ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 10-15 വെളുത്തുള്ളിയും അതുപോലെ വലിയൊരു സവോള അതുപോലെ മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു പിടി അളവിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, വാളംപുളി. ആ ഒരു പുളിയുടെ ഇതും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഒരു പിടി അളവിൽ പൊരികടലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് ഇത് നന്നായി എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റിയാൽ മതി, നല്ല ഡീപ്പായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക, കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ അരച്ചെടുക്കണം. ഇങ്ങനെ അരയ്ക്കുന്ന ഇത് നമുക്ക് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, നമുക്ക് ദോശയ്ക്കാണെങ്കിലും അതുപോലെ ഇഡ്ഡലിക്ക്, ആപ്പത്തിന്, ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി